ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഗൈസ്, നമ്മളിന്ന് നോക്കുന്നത് ഇംഗ്ലീഷിലെ ആക്റ്റീവും പാസീവും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പം ആക്റ്റീവ് സെൻറ്റൻസ്, ഇംഗ്ലീഷിൽ നമ്മൾ ആക്റ്റീവ് സെൻറ്റൻസിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ ഫുഡ് കഴിക്കുന്നു, അതൊരു ആക്റ്റീവ് സെൻറ്റൻസിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ അവൻ ഫുട്ബോൾ കളിക്കുന്നു, അപ്പം അതും ഒരു ആക്റ്റീവ് സെൻറ്റൻസിനും ഉദാഹരണമാണ്. ആക്റ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരിക്കും, അതായത് ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ആക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ വെർബ് എന്ന് പറയാം. അപ്പം ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കും. അതുകൂടാതെ അത് ചെയ്യുന്നത് ആരാണെന്നും കൂടെ അതിനകത്ത് പറയും. ഓക്കെ, അതായത് ഒരു പ്രവൃത്തി ഉണ്ടാവും, അതുപോലെ അത് ചെയ്യുന്ന ആളും ഉണ്ടാവും. ആരാണത് ചെയ്യുന്നതെന്നുള്ളതും ഉണ്ടാവും. അപ്പോൾ ആ ചെയ്യുന്ന ആളെ നമ്മൾ സബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. അവൻ, അവർ, നിങ്ങൾ, നമ്മൾ, അതുപോലെ തന്നെ അത് അങ്ങനെയൊക്കെ സബ്ജക്റ്റിന് ഉദാഹരണങ്ങളാണ്. അപ്പം ആക്റ്റീവ് സെൻറ്റൻസിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന എന്താണോ ആ ഒരു പ്രവൃത്തി എന്താണോ അതും ഉണ്ടായിരിക്കും. അതുപോലെ അത് ചെയ്യുന്നത് ആരാണ് അതും പറയും. അതാണ് ആക്റ്റീവ് സെൻറ്റൻസ്. ഉദാഹരണമാണ്, ഇപ്പം ഞാൻ ആഹാരം കഴിക്കുന്നു, അതുപോലെ അവൻ ന്യൂസ് പേപ്പർ വായിക്കുന്നു. അപ്പോൾ അതൊക്കെ ആക്റ്റീവ് സെൻറ്റൻസിന് ഉദാഹരണമാണ്. അതായത് അവിടെ പ്രവൃത്തിയുണ്ട്, അതുപോലെ അത് ആരാണ് ചെയ്യുന്നത് അതും ഉണ്ട്. അതായത് സബ്ജക്റ്റ്, പ്രവൃത്തി എന്ന് പറയുമ്പോൾ ആക്ഷൻ ഉണ്ടാവും, അതുപോലെ അത് ചെയ്യുന്ന ആൾ അതായത് സബ്ജക്റ്റും ഉണ്ടാവും. അപ്പോൾ അതാണ് ആക്റ്റീവ് സെൻറ്റൻസ്. അപ്പം ഇനി പാസീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. അതായത് പാസീവ് സെൻറ്റൻസിന് ഒരു ഉദാഹരണം, നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയൊരു റൂം പോലെ കാണാം അല്ലേ. അപ്പം ആ റൂം പെയിൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം അത് ഒരു പാസീവ് സെൻറ്റൻസിന് എക്സാമ്പിളാണ്. അതുപോലെ വേറൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു മതിൽ കാണാം. അപ്പം ആ മതിൽ പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ അതും ഒരു പാസീവ് സെൻറ്റൻസ് ഉദാഹരണമാണ്. ഇപ്പം വേറൊരു ഉദാഹരണം, ഇവിടെ ഒരു റൂമുണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഈ റൂം ക്ലീൻ ചെയ്യണം. ഓക്കെ, അപ്പം ഇതും ഒരു പാസീവ് സെൻറ്റൻസിന് ഉദാഹരണമാണ്. പാസീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കും. ഇപ്പം റൂം പെയിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു മതിൽ പെയിൻറ്റ് ചെയ്യണം. അപ്പം അവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ട് അല്ലേ, അതായത് ഒരു പ്രവൃത്തിയുണ്ട്, അവിടെ പെയിൻറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ അവിടുത്തെ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രവൃത്തിയുണ്ട്, പക്ഷേ അവിടെ ആരാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് നമ്മൾ എടുത്ത് പറയാറില്ല. ഓക്കെ, സാധാരണ ആരാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് നമ്മളവിടെ ആ പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. പകരം അത് എന്തിൻ്റെ മേളിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരുടെ മേളിലാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്, അതാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ഉദാഹരണം, ഈ ഒരു റൂം പെയിൻറ്റ് ചെയ്യണം. അപ്പം ഇവിടെ പ്രവൃത്തിയുണ്ട്, പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രവൃത്തി. അപ്പം പ്രവൃത്തിയുണ്ട്, അതുപോലെ തന്നെ എന്തിൻ്റെ മേളിലാണ് ചെയ്യുന്നത് അതും നമ്മൾ പറയും. ഇപ്പം ഞാൻ ആ ഒരു റൂമിൻ്റെ മേളിലാണ് ചെയ്യുന്നത്. അപ്പം ആ എന്തിൻ്റെ മേളിലാണോ ചെയ്യുന്നത് അതിനെ നമ്മൾ ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു റൂം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റാണ്. അപ്പം നമ്മളൊരു പ്രവൃത്തിയുമുണ്ട്, അത് എന്തിൻ്റെ മേളിലാണ് അല്ലെങ്കിൽ ആരുടെ മേളിലാണ് പ്രവൃത്തി ചെയ്യുന്നത്, അതായത് ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റും ഉണ്ടായിരിക്കും. പിന്നെ ആരാണ് പെയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് നമ്മളത് സാധാരണ പറയാറില്ല. വേണമെങ്കിൽ നമുക്കത് പറയാം, ബൈ ചേർത്ത് പറയാം. ബൈ ആരാണ് ചെയ്യുന്ന ആളുടെ പേര് പറയാം. പക്ഷേ നമ്മൾ സാധാരണ അങ്ങനെ പാസീവ് സെൻറ്റൻസിൽ ചെയ്യുന്ന ആൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പം പാസീവ് സെൻറ്റൻസിൽ ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കും, അത് എന്തിൻ്റെ മേളിലാണ് ചെയ്യുന്നത്, അതായത് ആ ഒബ്ജക്റ്റും ഉണ്ടായിരിക്കും. അവിടെ ആരാണ് ചെയ്യുന്നത്, അതായത് സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ പാസീവ് സെൻറ്റൻസിൽ പ്രവൃത്തി ആക്ഷനും ഉണ്ടായിരിക്കും, അതുപോലെ പാസീവ് സെൻറ്റൻസിൽ ഒബ്ജക്റ്റും ഉണ്ടായിരിക്കും. അപ്പം വേറൊരു ഉദാഹരണം പറഞ്ഞത്, ഇപ്പം ഈ ഒരു മതിൽ പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ പ്രവൃത്തിയുണ്ട്, പെയിൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്രവൃത്തിയുണ്ട് അല്ലേ. പെയിൻറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രവൃത്തിയുണ്ട്, അതുപോലെ തന്നെ അത് എന്തിൻ്റെ മേളിലാണ് ചെയ്യുന്നത്, ആ മതിലിൻ്റെ മേളിലാണ് ചെയ്യുന്നത്. അപ്പം മതിലാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രവൃത്തിയുണ്ട്,
അത് എന്തിൻ്റെ മേളിലാണോ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റും പറയും, ആ ഒബ്ജക്റ്റും അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞ ഇതിപ്പോൾ റൂമാണെങ്കിൽ ഈ റൂം ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രവൃത്തിയുണ്ട്. പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യുക എന്നതാണ് ഇവിടുത്തെ പ്രവൃത്തി. അപ്പോൾ പ്രവൃത്തിയുണ്ട്. പിന്നെ അത് എന്തിൻ്റെ മേളിലാണ് ചെയ്യുന്നത്, അല്ല ആരുടെ മേളിലാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലോറാണ്. ഈ ഫ്ലോറാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫ്ലോറാണ്. അപ്പോൾ നമ്മൾ എന്തിൻ്റെ മേളിലാണ് പ്രവൃത്തി ചെയ്യുന്നത് ആ ഒബ്ജക്റ്റും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് പാസീവ് സെൻറ്റൻസ്. അപ്പോൾ ആക്റ്റീവ് സെൻറ്റൻസിൽ ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കും, അത് ആരാണ് ചെയ്യുന്നതുള്ളതെന്നും പറയും. അതായത് സബ്ജക്റ്റും പറയും, അതുപോലെ പ്രവൃത്തി ആക്ഷനും പറയും. അതേസമയം പാസീവ് സെൻറ്റൻസിൽ ആക്ഷൻ ഉണ്ടായിരിക്കും, പക്ഷേ അത് എന്തിൻ്റെ മേളിലാണ് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ആ ഒബ്ജക്റ്റിനെയും പറയും. പക്ഷേ നമുക്ക് അതിനകത്ത് ആരാണ് ചെയ്യുന്നതെന്നുള്ളത് പാസീവിൽ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അപ്പം ആക്റ്റീവിൽ സബ്ജക്റ്റും ഉണ്ടായിരിക്കും, ആക്ഷൻ ഉണ്ടായിരിക്കും. പക്ഷേ പാസീവിലാണെങ്കിൽ ഒബ്ജക്റ്റും അതേപോലെ ആക്ഷനും ആയിരിക്കും ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.